إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടും ജീവിതത്തെ ക്രമപ്പെടുത്തി തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ഡിസംബർ 25 ലോകത്ത് ക്രിസ്ത്യൻ സമൂഹം യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ഈസാ നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ സമൂഹത്തെ, ആ സമൂഹത്തിന് പിന്നീട് സംഭവിച്ച വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ പറ്റിയുള്ള കാര്യങ്ങൾ സവിസ്തരം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ച് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അലൈഹിസ്സലാം എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുകയും ഈസാ നബിയെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ ഒരു മുസൽമാന്റെ വിശ്വാസം, ഈമാൻ പൂർണ്ണമാവില്ല. കാരണം ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ തന്നെ വന്ന മുഴുവൻ പ്രവാചകന്മാരെയും അംബിയ മുർസലുകളെയും അംഗീകരിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഈസാ എന്ന് പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് നമ്മൾ പറയും. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി എന്ന പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് പോലെ അത്രമാത്രം ആത്മബന്ധമുണ്ടാകേണ്ടവരാണ് യഥാർത്ഥത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിശ്വാസധാരകളും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ ദർശനവും തമ്മിൽ. ചരിത്രം പരിശോധിക്കുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ വളരെ നല്ല മാതൃകാപരമായ സൗഹൃദം സൂക്ഷിച്ചു പോന്നവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിൽ പകയും വിദ്വേഷവും അകൽച്ചയുമൊക്കെ രൂപപ്പെടുന്നത് അതത് കാലഘട്ടത്തിൽ ഉണ്ടായ ക്രിസ്ത്യൻ മത പുരോഹിതന്മാരുടെ അപക്വമായ ചില നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന കുരിശുയുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശേഷമാണ് ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ കുരിശുയുദ്ധവുമായി ബന്ധപ്പെട്ട
ആ പ്രശ്നത്തിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ രണ്ട് സമൂഹവും തമ്മിലുള്ള ഇടക്കാലത്തുണ്ടായ അകൽച്ചയും വിദ്വേഷവും എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു എന്ന് പറയുമ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്താണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്നത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ക്രിസ്തു മതത്തെപ്പറ്റി അല്ലെങ്കിൽ ജൂതന്മാരെ പറ്റി അവരുടെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളെയും പറ്റി ഖുർആൻ എന്തിനാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസത്തിൽ 17 തവണ നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. ഈ സൂറത്തിന്റെ അവസാനത്തിൽ നിർബന്ധമായും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിക്കൽപ്പിച്ചത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ദിവസവും നമ്മൾ നിർബന്ധമായും പ്രാർത്ഥിക്കുന്നു. അതിനു പുറമെ എത്രയോ തവണ നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്യുന്നു, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നിർബന്ധമായും നിരന്തരമായും പിഴച്ചുപോയവരുടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാക്കപ്പെട്ടവരുടെ മാർഗത്തിൽ പടച്ചതമ്പുരാനെ ഞങ്ങളെ നീ ചേർക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം എന്ത് ഗൗരവമാണ് ഈ വിഷയത്തിൽ ഉള്ളത്, എന്ത് പിഴവാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് സംഭവിച്ചതായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ജൂത സമൂഹത്തിന് എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കപ്പെട്ട സാഹചര്യത്തിൽ അവരെ പരിചയപ്പെടുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അവർക്ക് സംഭവിച്ച പിഴവുകൾ നമുക്ക് സംഭവിക്കാതിരിക്കണം. അള്ളാഹുവിന്റെ ശാപകോപങ്ങളെ നമ്മുടെ മേൽ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജൂത സമൂഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് അറിയാൻ കഴിയുക, അവർക്ക് ഹക്കിനെ കുറിച്ച്, സത്യത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അതവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ സത്യസന്ധമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഇൽമ് അവർക്ക് നൽകപ്പെട്ടു. പക്ഷേ അവർക്ക് ലഭിച്ച അറിവിനനുസരിച്ചുള്ള അമലുകൾ അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ഒരു ഇബാദത്തിന്റെ മേഖല അവർ പരിശീലിച്ചില്ല, അവർ തുറന്നു പോന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു മാത്രമേ ഇലാഹായുള്ളൂ എന്നും ആ നിലക്കുള്ള എല്ലാ ഇബാദത്തിന്റെയും തലങ്ങളെ മനസ്സിലാക്കിയിട്ടും അവർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയായി എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലം ഖുർആൻ പഠിപ്പിക്കുന്നത് നമ്മൾ അതുപോലെ ആകരുത് എന്നാണ്. കൃത്യമായി ഇൽമിനെ അന്വേഷിക്കുകയും അതിനനുസരിച്ചുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിപ്പിക്കുന്നത് അവർക്ക് അമലുകൾ ധാരാളമുണ്ട്, ഇഷ്ടംപോലെ ആചാരാനുഷ്ഠാനങ്ങൾ അവർക്കുണ്ട്. പക്ഷേ അവർ ഹക്കിനെ പറ്റിയുള്ള ഇൽമ്, യഥാർത്ഥത്തിലുള്ള ഇൽമല്ല അവർ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിലെ മതപുരോഹിതന്മാർ ദൈവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ സത്യത്തിന് നിരക്കാത്ത കുറെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് ഏത് സമൂഹത്തിലും ഉണ്ടാകാം. ഒരു മതത്തിന്റെ അടിത്തറയിൽ നിന്നുള്ള ഒരു സമൂഹത്തെ അത് നേർവഴിക്ക് പോകുമ്പോൾ അതിൽ നിന്ന് വഴിതെറ്റിച്ച് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ ചൂഷണം ചെയ്ത് മതത്തിന്റെ വക്താക്കൾ എന്നറിയപ്പെടുന്ന അതേ പണ്ഡിതന്മാരോ പുരോഹിതന്മാരോ അവരുടെ ഉമറാക്കളോ ഒക്കെ അവരെ വഴിതെറ്റിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചേക്കാം എന്ന താക്കീത് ഖുർആൻ ഈ വിഭാഗങ്ങളെ മുൻനിർത്തി നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ പരിഹരിക്കുക, എങ്ങനെ ഇത് മനസ്സിലാക്കുക? ദീനിനെ പറ്റിയുള്ള അറിവുണ്ടാകുമ്പോഴേ നമുക്ക് ഈ ചതിക്കുഴിയിൽ പെടാതെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് ദീൻ എന്ന് പറയുന്നു എന്ന കൃത്യമായ വിവരം നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. മുസ്ലിം സമൂഹമേ, നിങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ അതിന് വിധേയമാകാതിരിക്കാൻ ശ്രദ്ധ വേണം, ജാഗ്രത വേണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണാം, ലതത്തബിഉന്ന സനന മൻ ഖബലകും ശിബ്റൻ ബിശിബ്രി വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകൂ ജുഹറ ലബ്ബ ലസലക്തുമൂഹു ഖുൽനാ യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറ ഖാല ഫമൻ എന്ന് റസൂൽ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ മുൻഗാമികളായ ആളുകളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അടുത്തടുത്ത് പോകുന്നതാണ്, അവരിലേക്ക് അടുത്തടുത്ത് പോകും. അവരുടെ വിശ്വാസങ്ങളെ നമ്മളുടെ വിശ്വാസമായി നമ്മൾ സ്വീകരിക്കും, അവരുടെ ആചാരങ്ങളെ നമ്മുടെ ആചാരങ്ങളായി നമ്മൾ സ്വീകരിക്കും.
അവരുടെ അനുഷ്ഠാനങ്ങളെ, ജീവിത രീതിയെ അതൊക്കെ മെച്ചപ്പെട്ട ഒരു സംസ്കാരമായി, കൾച്ചറായി മുസ്ലിം ഉമ്മത്തിന്റെ ജീവിത ശൈലിയായി സ്വീകരിക്കുന്ന സാഹചര്യം വരും എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. സഹാബികൾ ചോദിച്ചു, ആരെപ്പറ്റിയാണ് റസൂൽ ഈ പറയുന്നത്? യാ റസൂലല്ലാഹ്, യഹൂദു വൻ നസാറ, ഇത് യഹൂദന്മാരെയും അതുപോലെ തന്നെ നസറാക്കളെയുമാണോ എന്ന് സ്വഹാബികൾ ചോദിച്ചു. റസൂൽ ചോദിച്ചു, ഖാല ഫമൻ, അവരല്ലാതെ മറ്റാരാണ് എന്ന്. അപ്പോ അവരുടെ വിശ്വാസം അത് ഇസ്ലാമിക വിശ്വാസവുമായി ചേരുന്നതല്ല. അവരുടെ ആചാര അനുഷ്ഠാന രീതികൾക്ക് ഇസ്ലാമിക വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും അതിന്റെ പവിത്രതയ്ക്ക് ചേരുന്ന രൂപത്തിലല്ല ഇപ്പോൾ പോകുന്നത് എന്ന് ഖുർആൻ താക്കീത് നൽകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താക്കീത് നൽകുന്നു. എത്രത്തോളം ഒരു ഉടുമ്പ് അതിന്റെ മാളത്തിൽ പ്രവേശിക്കുക, അങ്ങനെയാണ് അത് പോണെങ്കിലും അതിന്റെ കൂടെ ആ മാളത്തിൽ, ഇടുങ്ങിയ മാളത്തിൽ നമ്മളും പ്രവേശിക്കുന്ന രൂപത്തിലേക്ക് കൗമ് മാറുമെന്ന് റസൂൽ താക്കീത് നൽകുന്നുണ്ട്. സൂചിപ്പിച്ചത് അത്രയേറെ നമ്മുടെ വിശ്വാസ വിഷയത്തിലാവട്ടെ, നമുക്ക് ഇസ്ലാം പകർന്നു നൽകുന്ന നമ്മുടെ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിന്റെ വിഷയത്തിലാവട്ടെ നമുക്ക് നമ്മുടേതായ നിലപാടുകളുണ്ട്, നമ്മുടേതായ ജീവിത രീതിയുണ്ട്, ക്രമമുണ്ട്. അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന് വിശ്വാസി സമൂഹം ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ ഗൗരവത്തിൽ കാണാത്തവർക്കിടയിൽ, ഇതിനെ ഗൗരവത്തിൽ കാണാതെ പോയ ആളുകളുണ്ട്. അവർക്കിടയിൽ ഈ മറ്റുള്ള സമൂഹത്തിന്റെയൊക്കെ ആചാരാനുഷ്ഠാനങ്ങളുമായി ഇടകലർന്നു പോകുന്നത് ഒരുപാട് നമുക്ക് കാണാനും കഴിയും. നിരവധി വിഷയങ്ങളിൽ ക്രിസ്തു സമൂഹത്തിന്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് പിഴവ് പറ്റിയിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന് നമുക്ക് കാണാൻ കഴിയും, മനുഷ്യ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശുമരണം വരിച്ച യേശു മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് ക്രിസ്ത്യൻ സമൂഹം പറയുന്നത്. മനുഷ്യന്റെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ക്രിസ്തു അല്ലെങ്കിൽ യേശു കുരിശിൽ ഏറപ്പെട്ടത് എന്നാണ്, കുരിശിലേറ്റപ്പെട്ടത് എന്നാണ്, സ്വയം ത്യാഗം ചെയ്തു എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് അത് പരിഹരിക്കണമെങ്കിൽ, ഇനി മനുഷ്യ സമൂഹത്തിന്റെ എല്ലാവരും പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ദൈവം കുരിശിലേറ്റപ്പെടുകയാണ്, പടച്ചോൻ കുരിശിൽ തറക്കപ്പെടുന്ന ഒരു സാഹചര്യം. കുരിശിൽ തറക്കപ്പെടുകയും ദൈവത്തെ കുരിശിലേറ്റിയ ആൾക്കാരെ ദൈവം സ്നേഹിക്കാം, ദൈവത്തെ നന്നായി പീഡിപ്പിച്ചു, പ്രയാസപ്പെടുത്തി, ക്രൂരമായി മർദ്ദിച്ചു, എന്നിട്ട് കുരിശ് മരത്തിൽ കയറ്റി ആണിയടിച്ചു, ദൈവം മരിച്ചു പോവാണ്. ഇങ്ങനെ ഒരു വിശ്വാസത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നത് കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏകദൈവ വിശ്വാസമാണ്, തൗഹീദിൽ അധിഷ്ഠിതമാണ്. ദൈവത്തെക്കുറിച്ച് അതിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അത് മനുഷ്യരൂപത്തിലല്ല, മനുഷ്യന്റെ ചിന്തക്ക് അതീതമാണത്. കൃത്യമായി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മുസ്ലിം വിശ്വാസം യേശുയെ കുറിച്ചുള്ള ക്രിസ്ത്യൻ വിശ്വാസവുമായി കൂടിക്കലർന്ന് ദൈവത്തിനൊരു മനുഷ്യ സങ്കല്പം വരുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. മനുഷ്യൻ ദൈവത്തിൽ അങ്ങോട്ട് അലിഞ്ഞു ചേരുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇഷ്ട ദൈവത്തെ നോക്കൂ, ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തെ, യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്ന ആളുകൾ ആ ദൈവത്തെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധമാണ് യഥാർത്ഥത്തിൽ കുരിശ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ തന്റെ ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തെ, പടച്ചോനെ ക്രൂരമായി കൊല ചെയ്ത ഒരു കുരിശിനെ ആരാധിക്കുന്ന തരത്തിലേക്ക് ഒരു സമൂഹം മാറിപ്പോവുക, എത്ര വിരോധാഭാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കഴുത്തിൽ തൂക്കി നടക്കാൻ കഴിയുക. നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരാളെ കൊന്ന ഒരു ആയുധം നമ്മളിങ്ങനെ കൊണ്ടടക്കും, സ്നേഹിച്ച് ആരാധനയോടെ ഭക്തിയോടുകൂടി കൊണ്ടടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ദൈവത്തെ ഒരു മരത്തടിയുടെ സഹായത്തിൽ താങ്ങി നിർത്തേണ്ടി വരാം. മരത്തിന്റെ, ഒരു കുരിശ് മരത്തിന്റെ അല്ലെങ്കിൽ ഒരു മരത്തടിയുടെ സഹായത്തിൽ ഒരു ദൈവത്തെ താങ്ങി നിർത്തേണ്ടി വരാം. ഇങ്ങനെ ഒരു ദൈവസങ്കല്പത്തെ എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോ എല്ലാത്തിനും കഴിയുന്ന, പരാശ്രയനായ, ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ലാത്ത അഹദായ ഒരു പടച്ച തമ്പുരാനെയാണ് മുഅ്മിനുകളായ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ അഖീദ അതാണ് എന്നത് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എന്നെ പിന്തുടരൂ, നിങ്ങൾക്ക് ഞാൻ മോക്ഷം നൽകാം, നിങ്ങൾക്ക് ഞാൻ പശ്ചാത്താപം നൽകാം എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു മതത്തിലെ ഈ വിശ്വാസപ്രകാരം അതുപോലെ നിലനിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ കൗമുകളുണ്ട്. ചില ത്വരീക്കത്തുകളുണ്ട്. ചില ശൈഖന്മാരെ പിൻപറ്റിയാൽ അവർ നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റെടുക്കും, പിന്നെന്തും ചെയ്യാം, അവരുടെ മുരീദായാൽ മതി എന്ന നിലക്കുള്ള വിശ്വാസം ആയി നടക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, നിങ്ങൾ ഇവരുടെ ആചാരങ്ങളെ, വിശ്വാസങ്ങളെ, അനുഷ്ഠാനങ്ങളെ നിങ്ങളുടേതായി സ്വീകരിക്കുന്ന കാലത്തെ നിങ്ങൾ ഗൗരവത്തിൽ കാണണമെന്ന്
ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിപ്പോകുന്ന സാഹചര്യം നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. അപ്പൊ ആ നിലക്കുള്ള ഒരു ജാഗ്രത, പിഴച്ചു പോകാതിരിക്കാനുള്ള ശ്രദ്ധ പ്രിയപ്പെട്ടവർ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇത് വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്, സമയമില്ലാത്തതുകൊണ്ട് അവിടെ ചുരുക്കാണ്. രണ്ടാമത്തത്, ഇവരുടെ പിഴവെന്താണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അവർ അമ്പിയാക്കന്മാരെ, മുർസലുകളെ, പ്രവാചകന്മാരെ ഒക്കെ ദൈവമാക്കി, അവരെയൊക്കെ ഇലാഹാക്കി, ആരാധ്യനാക്കി. ഈസ ഒരു പ്രവാചകനായിരുന്നു, പക്ഷെ അതിന് ദൈവത്തിന്റെ പരിവേഷം കൊടുത്തു, ദൈവമായി അംഗീകരിച്ചു. അത് കർത്താവായി, അവരുടെ കർത്താവായി അവർ അംഗീകരിച്ച് ആരാധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ്. നോക്കൂ, ഖുർആൻ വളരെ കൃത്യമായി ഈ വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട സർവരും ചെറുതോ വലുതോ, അവരുടെ മഹത്വോ ദർജെ, പണോ പ്രതാപോ കുടുംബോ ഒന്നും നോക്കൂല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിചാരണയ്ക്ക് വിധേയമാവുന്നതാണ്. മഹ്ശറിൽ എല്ലാവരും വിചാരണയ്ക്ക് വിധേയമാകും. പരലോകത്ത് വിചാരണയുടെ ഒരു സന്ദർഭത്തെ ഖുർആൻ സൂറത്ത് മാഇദയിലെ 119 ആയത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? എല്ലാവരും വിചാരണയ്ക്ക് വിധേയമാകും. നമ്മുടെ പാപഭാരങ്ങളൊന്നും ആർക്കും ഏറ്റെടുക്കാൻ കഴിയില്ല. വിചാരണ നടക്കുമ്പോൾ അത് മനസ്സിലാകും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ചോദിക്കും ആരോട്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്. വഇദ് ഖാലല്ലാഹ് യാ ഈസ ഇബ്ന മറിയം, മറിയമിന്റെ മകൻ ഈസ അവരോട് ചോദിക്കുകയാണ്, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിന്നെയും, അതായത് എന്നെയും ഈസയെയും അവിടുത്തെ ഉമ്മയെയും മാതാവിനെയും മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും രണ്ട് ഇലാഹുകളായി, എനിക്ക് പുറമെ രണ്ട് ആരാധ്യന്മാരായി സ്വീകരിക്കാൻ നീയാണോ പഠിപ്പിച്ചത്, നീയാണോ പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുന്ന സമയത്ത് താങ്കളാണോ എന്നെ ആരാധിക്കണം, എന്റെ മാതാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുന്നതാണ്. അപ്പോ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് മറുപടി കൊടുക്കുക? ഖുർആൻ അത് പറഞ്ഞു, ഖാല സുബ്ഹാനക മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖിൻ, എനിക്കൊരു അവകാശമില്ല. പടച്ചോനെ, നീ എത്ര പരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു അവകാശവും ന്യായവും ഇല്ലാത്തത് ഞാൻ എങ്ങനെ പറയും പടച്ചോനെ? അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ അപവാദം, ഒരു വലിയ കളവ്, ഒരു വലിയ ശിർക്കിന്റെ ഒരു വിഷയമാണല്ലോ. അതെങ്ങനെയാണ് എനിക്ക് പറയാൻ അവകാശമില്ല, എനിക്കതിലൊരു ന്യായമില്ല, ഞാൻ അതെങ്ങനെ പറയുമെന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കണം. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇപ്പോൾ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈസ ഞങ്ങളുടെ കർത്താവാണ്, ദൈവമാണ് എന്ന വിശ്വാസം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംതുഹു, പടച്ചോനെ ഞാൻ എങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ അറിയുന്നത് തന്നെയാണ് എന്ന്, അല്ലാഹുവേ നീ അറിയുന്നത് തന്നെയാണ്. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക, പടച്ചോനെ നീ എന്റെ കാര്യത്തിലുള്ളതൊക്കെ നീ അറിയുന്നു, എന്റെ സ്വന്തം കാര്യത്തിൽ, എന്റെ ജീവിതത്തിൽ, നമ്മുടെ നഫ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ പടച്ചോനെ നീ അറിയുന്നു. വലാ അഅലമു മാ ഫീ നഫ്സിക, പടച്ചോനെ നിന്റെ സവിധത്തിൽ എന്താണ് നടക്കുന്നത് എന്ന്, നിന്റെ വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കൊന്നും അറിയുക തന്നെയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, അദൃശ്യങ്ങളായ സർവ്വതിന്റെയും കാര്യങ്ങൾ പടച്ചോനെ നീയാണ് നന്നായി അറിയുന്നവൻ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്ന ഭാഗവും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിൽ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നതിന്റെ കൃത്യമായ വിശദീകരണവും നമുക്ക് പഠിപ്പിച്ച് തരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോ അംബിയാ മുർസലുകളുടെ സ്ഥാനം എന്താണ് എന്നതും അത് ദൈവത്തിന്റെ ഒരു പരിവേഷത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല എന്നും കൃത്യമായി നമ്മൾ പഠിക്കണം എന്നതാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് പറ്റിയ പിഴവ് എന്താണ് എന്നാണ്. പണ്ഡിതന്മാരെയും അവരുടെ കൂട്ടത്തിലെ പുരോഹിതന്മാരെയും മതത്തിന്റെ നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഒരു സഭയെ, ഒരു പ്രത്യേക വിഭാഗത്തെ, ചില ആളുകളെ, ചില കാറ്റഗറി തിരിച്ച് മതനിയമങ്ങളിൽ മാറ്റമുണ്ടാക്കാനുള്ള അധികാരം കൊടുക്കാം. അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക? മതത്തിന്റെ ശരീഅത്തിൽ, നിയമങ്ങളിൽ എന്ത് ചെയ്യുക? മാറ്റം വരുത്താനുള്ള അധികാരം കൊടുത്തു. മനുഷ്യൻ നിയമം ഉണ്ടാക്കിയുള്ള പ്രശ്നം എന്താണ്? അതിനൊരു പരിധിയുണ്ട്. ദീർഘവീക്ഷണത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവാം, കാലം മാറുന്നതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാകാം, മനുഷ്യന്റെ ബുദ്ധിക്കുറവുണ്ടാകാം, അയാളുടെ ദുർബലതകൾ അതിൽ സ്വാധീനിക്കാം. മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ, ഭരണഘടനകളൊക്കെ നാട്ടിലെമ്പാടുമുണ്ട്. അതിനൊക്കെ കാലക്രമേണ ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടായേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അലംഘനീയമായ നിയമങ്ങൾ അത് കാലാധിവർത്തിയാണ്, എല്ലാ കാലത്തേക്കും ഉള്ളതാണ്.
അതുകൊണ്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അതിന്റെ നിർദ്ദേശങ്ങൾ മാറ്റം വരുത്താം. റസൂലുള്ളാഹി അതിനെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ കൃത്യമായി പഠിപ്പിക്കാനാണ് പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത്. അതിൽ നിന്ന് പിന്നെ നമുക്ക് തോന്നിയവരെ മാറ്റം വരുത്താം പാടില്ല എന്നുള്ളതാണ്. മാറ്റം വരുത്തുമ്പോൾ നമുക്കത് ശരിയായി തോന്നും, പക്ഷേ അതിന്റെ അപകടങ്ങൾ പിന്നീട് ഉണ്ടാകുമെന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിന് അത് സംഭവിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു? കുറെ പുണ്യപുരുഷന്മാരെ ഉണ്ടാക്കി, കുറെ ആളുകളെ വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു, ദർജ കൊടുത്തു. അങ്ങനെ പുണ്യമാതാക്കൾ ഉണ്ടാക്കി. ഇവർക്കൊക്കെ ഉള്ള ദർജ എന്താണ്? ഇവർക്ക് എന്താണ് റോള്? ഇവരോട് പ്രാർത്ഥിക്കാം എന്നതാണ് അവർ ഉണ്ടാക്കിയ നിയമം. ഇവരോട് നമുക്ക് തൗബ ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ നിയമം. ഇവരോട് സങ്കടങ്ങൾ പറയാം എന്നതാണ് അവരുണ്ടാക്കിയ നിയമം. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്നതാണ് അവരുണ്ടാക്കിയ നിയമം. ഇടയാളന്മാരെ സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി, മധ്യവർത്തികളാക്കി ഉണ്ടാക്കി എന്ന് കൃത്യമായി അവരെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മതത്തിന്റെ പേരിൽ അവർ സന്യാസം ഉണ്ടാക്കി. ഹൈന്ദവ ദർശനത്തിലൊക്കെ അത് കാണാൻ പറ്റും. സന്യാസം ഒരു മഹോന്നതമായ ഒരു പ്രവൃത്തിയായിട്ട് അവർ മനസ്സിലാക്കി. അതായത് ഈ ഭൗതിക ജീവിതത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാം, അവർക്ക് ഇബാദത്തുകൾ മാത്രം, നന്മകൾ മാത്രം, നിക്കറും സ്വലാത്തൊക്കെ ചെയ്ത് മാത്രം ഇങ്ങനെ ഒരു വാക്ക് ഒതുങ്ങിക്കൂടാ. ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്തരത്തിൽ ചില സന്യാസം ജീവിതം ഉണ്ടാക്കി. നമുക്കറിയാം, കാട്ടിലേക്കൊക്കെ പോയി അവിടെ ഒരു സ്ഥലത്തിരുന്ന് കായ്കനികളൊക്കെ പറിച്ചു തിന്ന് അവസാനം മണ്ണായി കുറ്റൊക്കെ വന്ന് കൂടി മണ്ണിനോട് വിലയം പ്രാപിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഭാഗമായി സന്യാസം ഒരു മഹത്വമായ പ്രവൃത്തിയായി, ആരാധനയായി കാണുന്ന സമൂഹമുണ്ട്. പക്ഷെ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ക്രിസ്ത്യൻ സമൂഹത്തിൽ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവരുണ്ട്. അത് ചില മതപുരോഹിതന്മാർ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കി. പ്രകൃതിക്കിണങ്ങുന്ന രൂപത്തിലല്ല നിയമങ്ങൾ ഉണ്ടാക്കപ്പെട്ടത് എന്ന് ഇസ്ലാം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വിശപ്പ്, ദാഹം, ലൈംഗികത, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, ഇതിനൊക്കെ പൂരകമായ മതനിയമങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനൊക്കെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള ചില നിയമങ്ങൾ ഇസ്ലാമിൽ കാണൂല. ചില മത സംസ്കാരത്തിൽ അത് കാണുന്നു. അത് അവരുടേതായ വിശ്വാസ രീതികളാണ്. ഞാൻ പറയുന്നത് ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ സഹാബിമാർ വന്നല്ലോ, ദീന് പഠിക്കാവുന്നതാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ അടുക്കൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കി. റസൂലുള്ളാഹി ചെയ്യണ നിസ്കാരം, റസൂലുള്ളാഹിന്റെ ഇബാദത്തിനെ കുറിച്ച് കേട്ടപ്പോൾ അവർക്ക് തോന്നി അമർന്നും പോരാ എന്ന് തോന്നി. എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇന്നു മുതൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിസ്കാരം തന്നെ ഫുൾ ടൈം നിസ്കരിച്ചുകൊണ്ടേയിരിക്കുക, ഇബാദത്ത് തന്നെ, അങ്ങനെ പോകാൻ തീരുമാനിച്ചു. മറ്റൊരാൾ പറഞ്ഞുണ്ട്, ഇനി ഞാൻ എന്നും നോമ്പാണ്, ദീർഘമായി നോമ്പെടുക്കാം, ഇടവേളയില്ല, ഫുൾ നോമ്പന് എന്നെടുക്കും. മറ്റൊരാൾ പറഞ്ഞു, കുടുംബജീവിതം, ഇണയോടത്തുള്ള ജീവിതം വലിയ പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള എൻ്റെ വിവാഹ ജീവിതമൊക്കെ ഒഴിവാക്കണം, ഒരു സന്യാസത്തെ സ്വീകരിക്കാൻ പോവാണ്, ഇതൊക്കെ ഒഴിവാക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹി വന്നു, റസൂലുള്ളാഹിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്, പക്ഷേ ഞാൻ നമസ്കരിക്കുന്നുണ്ട്, നമസ്കാരം ഒഴിവാക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഒഴിവാക്കാരനെ ഉപേക്ഷിക്കല്ല, തോറിസ്കരിച്ച് അസർ ഒഴിവാക്കുന്ന പരിപാടിയല്ല, ഫുൾ ടൈം നിസ്കാരം അങ്ങനെയല്ല, ഒഴിവ് വിശ്രമ വേളകളുണ്ട് എന്നർത്ഥം. നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്, എന്നാൽ നോമ്പ് ഒഴിവാക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, കുടുംബജീവിതം നയിക്കുന്നവനാണ്. എന്റെ ഈ ചര്യ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ എന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഒരു ദിക്റും സ്വലാത്തൊക്കെ ആയിട്ട് പള്ളിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി അങ്ങനെ നമ്മളൊരു അതിൻ്റെ ഒരു ആത്മീയത അനുഭവിച്ച് അതിൻ്റെ വേറൊന്നുമില്ല. അങ്ങനെ ഒരു ജീവിതം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പ്രകൃതിക്ക് അനുകൂലമായ, മനുഷ്യപ്രകൃതിക്ക് ഇണങ്ങിയമായ ഒരു ജീവിത ശൈലിയും ക്രമവുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചത്, മതത്തിന്റെ പേരിൽ പുതിയ നിയമങ്ങൾ ആരുണ്ടാക്കുന്നുവോ അതിന്റെ പ്രയാസം സമൂഹം അനുഭവിക്കേണ്ടി വരുമെന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഇവർ ഇടത്തട്ട് കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, ഇടയാളന്മാരെ ഉണ്ടാക്കി, മധ്യവർത്തികളെ ഉണ്ടാക്കി, ആഗ്രഹ സഫലീകരണത്തിന് ആളുകളെ ഉണ്ടാക്കി. പത്രങ്ങളിലൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാരസ്മരണ എന്ന പരസ്യം കാണാൻ പറ്റും. അതിൽ കാണാൻ ആരോടൊക്കെയാണ് അവർ പ്രാർത്ഥിച്ചത്, അതുമൂലം അത് കിട്ടി എന്നുള്ള പരസ്യമാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, എന്തിനാണ് അവരിങ്ങനെ ഉണ്ടാക്കുന്നത്? പടച്ചോന്റെ അടുത്തേക്ക് എന്ത് ചെയ്യണം? ശുഫാക്കൾ ഉണ്ടാക്കണം, ശുപാർശകരുണ്ടാക്കണം, അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ആളുകളെ, ഈ പുണ്യപുരുഷന്മാരെ വെച്ചിട്ട് അള്ളാഹിനോട് ഞങ്ങളുടെ കാര്യങ്ങൾ അവർ പറഞ്ഞോളും എന്നുള്ള നിലക്കാണ് അവർ പുണ്യപുരുഷന്മാരുണ്ടാക്കിയത്. മറ്റൊരിടത്ത് കാണാൻ
അള്ളാഹിലേക്ക് കുറച്ചും കൂടി അടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരെ മധ്യവർത്തികളായി സ്വീകരിക്കുന്നത് എന്ന് ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്ക് പിഴവ് പറ്റാതെ സൂക്ഷിക്കണം. നോക്കൂ, മുസ്ലിം സമൂഹത്തിൽ പല ആളുകളും പലപ്പോഴും ഷേഖന്മാരെയും അതുപോലെ തന്നെ തങ്ങന്മാരെയും ബീബിമാരെയും ഒക്കെ അവരുടെ ദർജകൾ കൊടുത്ത് പലപ്പോഴും അവരോട് പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന, സങ്കടങ്ങൾ പറയുന്ന, അവരുടെ അടുക്കൽ പറഞ്ഞാൽ അള്ളാഹുവിനോട് അവർ പറഞ്ഞോളും എന്നുള്ള ചിന്ത മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് പിഴവ് പറ്റാതിരിക്കാനുള്ള ജാഗ്രത വേണമെന്ന് റസൂൽ ഓർമ്മിപ്പിച്ചു. മറ്റൊന്ന് നോക്കൂ, പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി, നമസ്കാര കേന്ദ്രങ്ങളാക്കി, പ്രാർത്ഥനാ ഇടങ്ങളാക്കി, സിയാറത്തിന്റെ കേന്ദ്രങ്ങളാക്കി ആര്? ക്രൈസ്തവ സമൂഹവും യഹൂദ സമൂഹവും എന്ന് ഖുർആൻ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഉണ്ടായി യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും. എന്താ അവർ ചെയ്ത പ്രശ്നം? തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ, അവരവരുടെ പള്ളികളെ, അവരുടെ ആരാധ്യ സ്ഥലങ്ങളെ പള്ളികളാക്കി മാറ്റി. ആരുടെ? ഖബറുകളെ, അംബിയാ മുർസലുകളുടെ ഖബറുകളെയൊക്കെ കെട്ടിപ്പൊന്തിച്ച് അവിടെ മസ്ജിദുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി അവിടെ അവർക്കുള്ള ആരാധനകളും നേർച്ചകളും വഴിപാടുകളും പൂജകളും ഒക്കെ അർപ്പിക്കുന്ന സാഹചര്യങ്ങളാക്കി മാറ്റി. അപ്പൊ അത്തരം ഒരു സാഹചര്യം മുസ്ലിം സമൂഹമേ നിങ്ങൾക്കിടയിൽ വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവരെ ചാണായും മുഴമായും നിങ്ങൾ പിൻപറ്റുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഭയപ്പെടുന്നു. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു, നിങ്ങൾ ആ വിഷയങ്ങളിലൊക്കെ ജാഗ്രത കാണണം, ശ്രദ്ധ കാണിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. കൃത്യമായി ഈ വിഷയത്തിലുള്ള നമ്മുടെ ജാഗ്രതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ആചാരം നമ്മുടെ അനുഷ്ഠാനങ്ങളുമൊക്കെ ദീനിന്റെ മാർഗത്തിൽ എന്ത് പഠിപ്പിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിന്റെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ തിരുചര്യയിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രവാചകനുമായി ഏറ്റവും അടുത്തവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം എന്നതുകൊണ്ട് തന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണ് എന്നും അതിനുശേഷം വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ തുടർച്ചയാണ് നമ്മെ പഠിപ്പിച്ചത് എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. സമൂഹത്തിൽ കാണുന്ന എല്ലാ വിശ്വാസ ആചാരങ്ങളും നമ്മുടെ വിശ്വാസവുമായി കൂട്ടിക്കെട്ടാതിരിക്കാനുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നതാണ്. ക്രിസ്തുമസിനെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ 25 ചരിത്ര രേഖകളൊക്കെ പറയുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചൊരു സന്ദർഭം ഡിസംബർ 25 എന്നൊക്കെ കാണാൻ കഴിയും. ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്കെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് എന്നാണ് കാണുന്നത്. എന്നാൽ ഡിസംബർ 25 ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ഒരു ജന്മദിനമായി ആഘോഷിക്കപ്പെടുകയാണ്. ചില രാജ്യങ്ങളിലൊക്കെ ജനുവരിയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതായും നമുക്ക് കാണാൻ കഴിയും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച് ജീവിച്ച് അദ്ദേഹത്തിൻ്റെ സഹാബികൾ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ എന്നറിയപ്പെടുന്ന അവരുടെ കാലം കഴിഞ്ഞ് ഏകദേശം 300 വർഷങ്ങൾക്കപ്പുറം AD 325 റോമിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഭാഗത്തുണ്ടായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ ജന്മദിന ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഉണ്ടായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സൂര്യദേവനെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മിത്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദേവനെ ആരാധിക്കുകയും ഒരു സൂര്യദേവനായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു മിത്രാസ് എന്ന സൂര്യദേവനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണം നടക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധന ഫലമായി ആ വിശ്വാസത്തിന് ഒരുപാട് ആളുകൾ അനുയായികളായി ഉണ്ടാവുകയും കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പം അവരുടെയൊക്കെ ജനപ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? അതുവരെ മിത്രാസ് സൂര്യദേവന്റെ ഈ ജന്മദിനം അതുവരെ ആഘോഷിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം എന്ത് ചെയ്തു? ആ മിത്രാസ് ദേവന് പകരമായി അവിടെ യേശുവിനെ അല്ലെങ്കിൽ ഈസാ നബിയെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ഇന്നു മുതൽ അത് ക്രിസ്തു മതത്തിലെ ദൈവം കൂടിയായ
അല്ലെങ്കിൽ ദൈവപുത്രനായ ഈസയുടെ ജന്മദിന ആഘോഷം കൂടിയാണ് എന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ എന്ത് ചെയ്തു? നേരത്തെ ഉണ്ടായിരുന്ന അതുപോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങളായി തുടർന്നു വന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഷാബത്ത് അല്ലെങ്കിൽ സബത്ത്, യൗം സബത്ത്, ശനിയാഴ്ചയാണ് പ്രധാനപ്പെട്ട ദിവസം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഇത്രാസ് ഇങ്ങനെയുള്ള ദേവന്റെ ഒരു സൂര്യനുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസാചാരക്രമം അവർ തുടർന്നു പോകുന്നതുകൊണ്ട് തന്നെ ഞായറാഴ്ച സൺഡേ, സൂര്യനുമായി ബന്ധപ്പെട്ട ഡേ ആണ്. അതവർക്ക് പ്രബലമായി തീരുകയാണ് ഉണ്ടായത് എന്ന് ചരിത്ര പാഠങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സൂചിപ്പിച്ച ഇതൊന്നും മതം പഠിപ്പിച്ചതല്ല, അല്ലെങ്കിൽ ഈസാ നബി പഠിപ്പിച്ചതായിട്ട് കാണുന്നില്ല, ശേഷമുണ്ടായതാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷങ്ങൾ 300 വർഷങ്ങൾക്കപ്പുറത്ത് ഇർബൽ എന്ന പ്രദേശത്തെ രാജാവായിരുന്ന മുളഫർ രാജാവ്, അദ്ദേഹം ജന്മദിനാഘോഷവുമായി കടന്നു വരുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, അതിൻ്റെ അർത്ഥം എത്ര ഗൗരവമുള്ളതാണ്. പല വിശ്വാസി സമൂഹമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളായി വരുന്നതിന് നിങ്ങൾ ജാഗ്രത, അതിനെ ശ്രദ്ധയോടുകൂടി കാണണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമ്മൾ മുഖവിൽ കിടക്കണം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, മതത്തിന്റെ വിഷയം എന്ന് പറയുന്നത് മനുഷ്യന്റെ സഹജമായ വികാരങ്ങൾ, വിചാരങ്ങൾ, നമ്മൾക്ക് എന്താണ് ജീവിക്കാൻ ജീവിതക്രമത്തിന് ലളിതമായത് എന്ന് നമ്മളെ സൃഷ്ടിച്ച റബ്ബിനറിയാം. അതിനനുസരിച്ചുള്ള നിയമങ്ങളാണ് നമുക്ക് അള്ളാഹു സമ്മാനിച്ചിട്ടുള്ളത്. അതിൽ നമ്മളുടെ വക പുതിയ മതനിയമങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടാൽ വലിയ അനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാക്കുമെന്ന് സമകാലിക വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിചാരണയും കോടതി വിധിയും അതുപോലെ തന്നെ അതിന്റെ പശ്ചാത്തലത്തിലുള്ള ശിക്ഷ വിധിക്കപ്പെട്ട സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ പ്രകൃതിക്ക് അനുയോജ്യമായ മതമാണ് ഇസ്ലാം എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അഭിമാനം ഉണ്ടാകും, അന്തസ്സുണ്ടാകും. എത്ര നല്ല ഒരു മതത്തിന്റെ അനുയായികളായാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഊർജമുണ്ടാകും. നമ്മുടെ മതത്തിന്റെ സാരാംശങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകും. റസൂലുള്ളാഹിന്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ അത് വലിയ പുണ്യകർമ്മം എന്ന നിലക്കും അതുപോലെ തന്നെ അതൊരു അന്തസ്സായി കാണുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ആ തലത്തിലേക്ക് നമ്മുടെ പഠനത്തെ, അറിവ് നേടുന്നതിനെ മാറ്റിയെടുക്കണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കുകയാണ്. ന്യൂ ഇയർ സംബന്ധമായ ഒരുപാട് വൃത്തികേടുകൾ നമ്മുടെ നാട്ടിലൊക്കെ അരങ്ങേറുന്നത് നമുക്കറിയാം. കള്ളും കഞ്ചാവും ക്ലബ്ബുകളും വിവിധ നിശാ പാർട്ടികളും അതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ രാത്രി 12 മണിയാകെ കാത്തു നിന്നിട്ട് പ്രത്യേകമായ ഒരു ചടങ്ങൊക്കെ ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് തകർക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ഇടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കച്ചവട താല്പര്യത്തിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും പരലോകത്തെക്കുറിച്ച് ഓർക്കുകയും പടച്ചോനെക്കുറിച്ച് ഓർക്കുകയും ഭയഭക്തിയോടുകൂടി ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഹറാമായ, തിന്മകളായ അല്ലെങ്കിൽ അനാവശ്യമായ ഒരു കാര്യത്തിലും ലഘുവിലും ഒന്നും നമ്മൾ പോയി പെടേണ്ടതില്ല, പെടാനും പാടില്ല. ആ നിലക്കുള്ള ഒരു ശ്രദ്ധ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, യുവാക്കളും കൗമാരക്കാരുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ കുടുംബങ്ങളുടെ വിഷയത്തിൽ അവർ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഒരു സഹോദരന്റെ മകൻ 5 വയസ്സായ കുട്ടി RCCയിൽ ക്യാൻസർ രോഗം ബാധിച്ച് ഒരു പ്രയാസത്തിലാണ്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് നമ്മോട് പ്രത്യേകം അവരുടെ ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുകയും എല്ലാവിധത്തിലുള്ള ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ റഹ്മാനും റഹീമുമായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹു എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കഠിനമായ വിചാരണകളിൽ നിന്ന്, കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആഫിയത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ.
അള്ളാഹുവെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുവെ മഗ്ഫിറത്തും റഹ്മത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ സന്ദേശങ്ങൾ നീ സഫലമാക്കി തരണ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. اللهم أنت ولينا في الدنيا والآخرة. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا.